പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ല ദിവസം കൂടെ നൽകിയല്ലോ, ഒരുപാട് നന്ദി. നാളെ കഴിഞ്ഞ്, അതായത് 31-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടിയാണ് നമ്മൾ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, ദർശന ഓഡിറ്റോറിയം, ശാസ്ത്രി റോഡ്, കോട്ടയം. അവിടെയാണ് ജീസസ് ഫ്രണ്ട്സിൻ്റെ 3ാമത്തെ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും കുറേ ആൾക്കാർ വന്നു സഹകരിച്ചു. ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം 2 ഗ്രൂപ്പ് കൂടെ ഈ തെരുവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നു. വളന്തുരുത്തിലുള്ള ഒരു ടീമും അതുപോലെ എറണാകുളത്തുള്ള മറ്റൊരു സഹോദര ടീമും. എല്ലാവരും നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. തെരുവിലെ പാവപ്പെട്ട മനുഷ്യർക്ക്, ഭിക്ഷക്കാരായി ആരുപോലുമില്ലാത്തവരെ പോലെ കഴിയുന്ന ആ മനുഷ്യർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു. അവർക്ക് വേണ്ടതുപോലെ അവർക്ക് ചില മനുഷ്യർ അവിടെ ഷേവ് ചെയ്യേണ്ടി വരും. അതുപോലെ പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ മാറി പുതിയൊരു വസ്ത്രമൊക്കെ കൊടുക്കുന്നു. അതാണ് എറണാകുളത്ത് നടക്കുന്ന ശുശ്രൂഷ. വളന്തുരുത്തിക്കാർ ചെയ്യുന്നത്, അവരെല്ലാ ഞായറാഴ്ചകളിലും ഒരു 100-ന് മുകളിൽ പൊതി ഉണ്ടാക്കി അവർ ഈ എറണാകുളം പട്ടണത്തിലുള്ള പല സ്ഥലങ്ങളിലും പല ഏരിയയിലും ഇങ്ങനെ ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കോട്ടയത്താണെങ്കിൽ തെരുവിൽ കാണുന്ന മനുഷ്യരോട് സംസാരിച്ച് അവരെ അല്പനേരം ഒന്ന് കേട്ട് അവർക്ക് അത്യാവശ്യം ചായ കുടിക്കാനോ ആഹാരം കഴിക്കാനോ പണം കൊടുത്തു പോകുന്ന ശുശ്രൂഷ. അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുന്നു, ഒരുപാട് പേരെ ബലപ്പെടുത്തുന്നു. ഒരുപാട് പേർക്ക് കൂട്ടുകാരായി കൂട്ടാളിയായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറയുകയോ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ കോട്ടയത്ത് നിന്ന് നടക്കുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ദൈവം ഇന്നോളം നടത്തി. ഇതൊന്നും സമൃദ്ധിയിൽ നിന്നല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, ഇല്ലായ്മയിൽ നിന്നാണ്, ഉള്ളതിൽ നിന്നാണ്. ഇല്ലായ്മയിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, അതിൽ നിന്നാണ്. ഇതാരുടെയും പേര് കേട്ട് വലിയ ആൾ, വലിയ ദാനധർമ്മിയാണെന്ന് പറയിക്കാനല്ല. ഇത് ചെയ്യുന്നത് രഹസ്യത്തിൽ ചെയ്യണമെന്ന് ബൈബിൾ ഒരു സ്ഥലത്ത് പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ലോകത്തിൻ്റെ മുൻപിൽ അത് വിളംബരം ചെയ്യണമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സമ്മേളനമാണ്. കഴിയുന്നവരൊക്കെ വരിക, വന്നിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ഈ പങ്കെടുക്കുന്നവർ ചുമ്മാ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയല്ല, ഇനി വരാൻ പോകുന്ന കാലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ നന്മയെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാം. ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ല, എങ്കിലും ആരുപോലുമില്ലാത്തവർ, അനാഥർ, വൃദ്ധർ, ഉപേക്ഷിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട ജീവിതങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു താങ്ങായി തീരാൻ, ഒരു ദിവസം ഒരു ചായയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ദൈവാനുഗ്രഹമായിരിക്കും. നമ്മുടെ ദീർഘായുസ്സിനും നമ്മുടെ പാപപരിഹാരത്തിനും മുന്നോട്ടുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിക്കാൻ നമുക്കത് വലിയ ഇടയാക്കി തീർക്കും. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഞായറാഴ്ചയാണ് നമ്മുടെ പ്രോഗ്രാം. ദർശന ഓഡിറ്റോറിയം, ശാസ്ത്രി റോഡ്, കോട്ടയം. അവിടെയാണ് ജീസസ് ഫ്രണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വരിക, പങ്കെടുക്കുക, അനുഗ്രഹം പ്രാപിക്കുക, അനുഗ്രഹമായി ജീവിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജാതി മത വ്യത്യാസമില്ല. ഈ സമ്മേളനത്തിൽ വെച്ച് ചാരം മൂടിയ കനലുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം, ഇതുപോലുള്ള ശുശ്രൂഷകളെ പറ്റിയുള്ളൊരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഉണ്ടായിരിക്കുന്നതാണ്. വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നിങ്ങളെയും ആത്മാർത്ഥതയോടെ ക്ഷണിക്കുന്നു, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വരിക, പങ്കെടുക്കുക. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.